അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് വിമല. ഞാൻ പിരായിരിയിൽ നിന്ന് വരുന്നു. എനിക്ക് മുട്ടുവേദന തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പക്ഷേ എനിക്ക് നടത്തത്തിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈ മാസം 7-ാം തീയതി രാവിലെ എണീക്കുന്നു. എനിക്ക് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റണില്ല. മുൻപിലേക്ക് ഒരു അടി വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ മിന്നലും വേദനയും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാനൊരു ആശാ വർക്കറാണ്. എനിക്കാണെങ്കിൽ നടത്തത്തിൻ്റെ പണിയാണ്. എൻ്റെ മനസ്സൊക്കെ ആകെ വിഷമമായി. തീരെ വയ്യാണ്ടായപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് തന്നെ പോയി. ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ഡോക്ടറെ കാണിച്ചു. അവർ എക്സ്റേ എടുത്തു. അപ്പോൾ മുട്ടിന് പറഞ്ഞു കാര്യമായിട്ട് തേയ്മാനമൊന്നുമില്ല. അപ്പം ഇനി 10 ദിവസത്തേക്ക് മരുന്ന് കഴിച്ചിട്ട് വന്നിട്ട് ഒരു MRI സ്കാനിങ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് കഴിഞ്ഞ് പിന്നെ വന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ താഴത്തെ കുറേ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതൊക്കെ കയറി ഫസ്റ്റ് സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈശോയെ ഞാൻ എൻ്റെ മുട്ടുവേദന വെച്ച് ഞാൻ ഇത്രയും സ്റ്റെപ്പ് കയറുന്നുണ്ട്. എനിക്ക് അടുത്ത വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ട് എൻ്റെ എല്ലാ മുട്ടുവേദനയും നീ മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റെപ്പ് മുഴുവനും കയറി ഞാൻ ഇങ്ങോട്ട് വന്നത്. നൊണ്ടിയിട്ട് തന്നെ ഞാൻ വന്ന് ഈ ഭാഗത്താണ് ഇരുന്നത്. എനിക്ക് നിൽക്കാനൊന്നും പറ്റണേ ഉണ്ടായില്ല. കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ടായി. എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ ഇരുന്നിട്ടും നിന്നിട്ടും ഞാൻ ആരാധനയുടെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വേദനിച്ചിട്ട് ഒരുപാട് വേദനയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഫസ്റ്റത്തെ ആരാധന സമയത്ത് ചെറിയൊരു നെഞ്ചുവേദനയൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഈശോയെ എനിക്ക് ഗ്യാസിന് ഇടയ്ക്ക് നെഞ്ചുവേദന വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈശോയെ എനിക്ക് നെഞ്ചുവേദന വരികയാണോ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റത്തെ കുർബാന കഴിഞ്ഞിട്ട് ഒരു ആരാധന സമയത്ത് നല്ല നെഞ്ചുവേദന വന്നു. അപ്പോഴും അച്ഛൻ വിളിച്ച് പറയുന്നുണ്ട് മുട്ടുവേദനയും നടുവേദനയും ഉള്ളവരുടെയൊക്കെ വേദന ഈശോ മാറ്റണുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും എനിക്ക് നല്ല വേദനയായിരുന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പോകാൻ നേരത്തെ അച്ഛൻ തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കണം. അപ്പം വരി നിന്നിട്ട് ഞാൻ തല കൈ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ മുട്ടുവേദനയുണ്ട്, കുറച്ചായി ഞാൻ ഡോക്ടറെ കാണിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നിനക്ക് സ്തുതിക്കുന്ന സമയത്ത് നെഞ്ചുവേദന വന്നോ ചോദിച്ചു. അപ്പോൾ എനിക്ക് നല്ല നെഞ്ചുവേദന വന്നിരുന്നു. അത് നിന്നെ ഈശോ സൗഖ്യമാക്കിയിരിക്കണോ പറഞ്ഞു. അപ്പോൾ ഞാനത് സമാധാനത്തിൽ ഈശോയെ നന്ദി പറഞ്ഞിട്ട് എനിക്ക് കരച്ചിലും വന്നിട്ട് ഞാൻ അങ്ങനെ പോയി. വീട്ടിൽ പോയി വൈകുന്നേരം ആകെ ഞാൻ ഒരു ഇതുണ്ട്, കാരണം വേദന മാറി അങ്ങനെ ഒരു അങ്ങനെ വരികയാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക്. രാത്രി ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. പിന്നെ അന്ന് അലാറം വെച്ച് 3 മണിക്ക് എഴുന്നിരുന്നിട്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന എനിക്ക് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സുഖമായി നടക്കാൻ, എന്താ പറയുക, അത്ര നടക്കാൻ വിഷമം. രാവിലേക്ക് ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അങ്ങനെ വേദനിച്ച് പൊളഞ്ഞിട്ടാണ് നമ്മൾ അടുക്കളയിൽ ചെയ്യുക. എനിക്ക് അതിന് ശേഷം ഇതുവരെ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. കാലൊക്കെ നേരെ വെച്ച് നടക്കുക. ഇന്നിപ്പോൾ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്വതം. ഇതിന് മുമ്പ് ഞാൻ എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ സാക്ഷ്യം പറയാൻ വന്നിട്ടുണ്ട്. ഒരാൾക്ക് കാലിൽ ആണി രോഗം, ഒരാൾക്ക് അരിമ്പാറയുടെ. അത് 2 ഞാൻ ഇവിടെ വന്ന് ഈശോനോട് സാക്ഷി പറഞ്ഞാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയല്ല. ഈശോയെ 1000 നന്ദി. യേശുവേ സ്വസ്ത്ര. യേശുവേ നന്ദി. കാലുവേദന ഉണ്ടായിരുന്നു. കുർബാന മധ്യേ നെഞ്ചുവേദന വന്നു. കാലുവേദന കർത്താവ് സുഖപ്പെടുത്തി. പിറ്റേ ദിവസം നോക്കുക കാലിന് വേദനയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ അമ്മ തന്നെ വന്നേന്ന് തോന്നുന്നു. ഈ ആഴ്ച മക്കളെ 2 കൂടി കൂട്ടിക്കൊണ്ടുവന്നേനെ. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ആ സമയം നിങ്ങൾക്ക് സൗഖ്യം കിട്ടും.